ദൈവവും പ്രകൃതിയും മുഖത്തോട് മുഖം നോക്കിയിരിക്കുന്ന അപൂർവ ദേവസ്ഥാനങ്ങളിലൊന്നാണ് കൊട്ടിയൂർ സന്നിധി. കൊട്ടിയൂരപ്പനായി ആരാധിക്കുന്ന ശിവൻ തന്റെ അടുത്തെത്തുന്നവരെ മനം നിറഞ്ഞ് അനുഗ്രഹിക്കുന്ന ദിവസങ്ങളാണ് കൊട്ടിയൂർ വൈശാഖോത്സവത്തിന്റെ 28 ദിനങ്ങൾ. കൊട്ടിയൂർ ക്ഷേത്രം സന്ദർശിക്കുന്ന ഭക്തർക്ക് ഒഴിച്ചുകൂടാനാവാത്ത ദർശന സന്നിധിയാണ് തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രം. കേരളത്തിലെ പുരാതനമായ 108 ശിവക്ഷേത്രങ്ങളിലൊന്നായ രാജരാജേശ്വര ക്ഷേത്രത്തിൽ കൊട്ടിയൂർ വൈശാഖ മഹോത്സവം ആരംഭിച്ച ആദ്യ ദിനം തന്നെ അഭൂതപൂർവമായ തിരക്കാണ് അനുഭവപ്പെട്ടത്. തളിപ്പറമ്പിൽ വാഴും രാജാധിരാജ തളരുമ്പോൾ മനം നൊന്തു വിളിക്കുന്നു ഞാൻ. പരമശിവനും പാർവതീദേവിയും പ്രധാന ആരാധനാമൂർത്തികളായ കൊട്ടിയൂർ ക്ഷേത്രം പൗരാണിക ഹിന്ദു ക്ഷേത്രങ്ങളിലൊന്നാണ്. സഹ്യ മലനിരകളുടെ താഴ്വരയിൽ പ്രകൃതി ഭംഗിയാൽ അലങ്കരിക്കപ്പെട്ട ക്ഷേത്രം ഒരു കാഴ്ച തന്നെയാണ്. കൊട്ടിയൂർ വൈശാഖോത്സവ സമയത്ത് തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിലും ആയിരക്കണക്കിന് ഭക്തരാണ് ദർശന സൗഭാഗ്യം തേടിയെത്തുന്നത്. കൊട്ടിയൂരിൽ നിന്ന് 77 കിലോമീറ്റർ അകലെ തളിപ്പറമ്പിൽ സ്ഥിതി ചെയ്യുന്ന മഹാശിവക്ഷേത്രമായ രാജരാജേശ്വര ക്ഷേത്രത്തിൽ ശങ്കരനാരായണ ഭാവത്തിലാണ് ശിവനെ ആരാധിക്കുന്നത്. മനസ്സിലെ മൗനങ്ങളെ ശിവസ്തുതിയാക്കിടുവാൻ മടിയാതെ മമനാവിൽ വിളങ്ങിടണം. അക്കരെ കൊട്ടിയൂരിലെ തിടപ്പള്ളിയിലെ അടുപ്പിൽ വിറക് കത്തിക്കുമ്പോൾ തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിലെ തിടപ്പള്ളിയിൽ ക്രമത്തിലധികം ചാരം കുന്നുകൂടുന്നുണ്ടത്രേ. കൊട്ടിയൂരിലെ തിടപ്പള്ളിയിലെ ചാരം ഭൂതഗണങ്ങൾ യഥാസമയം രാജരാജേശ്വരന്റെ തിടപ്പള്ളിയിലേക്ക് മാറ്റുന്നുവെന്നും ഭസ്മപ്രിയനായ ശിവൻ ചാരം ഭസ്മമായി പൂശുന്നതുകൊണ്ടാണ് ചാരം കൂടാത്തതെന്നുമാണ് വിശ്വാസം. ശിവലിംഗം ശരണമായി തീരണം ഗംഗാധര. ആദ്യ ദിനം തന്നെ ആയിരക്കണക്കിന് ഭക്തരാണ് രാജരാജേശ്വര സന്നിധിയിൽ ദർശനത്തിനെത്തിയത്. കൊട്ടിയൂർ വൈശാഖോത്സവം പ്രമാണിച്ച് ഭക്തജനത്തിരക്ക് നിയന്ത്രിക്കാനും ഭക്തർക്ക് സുഗമമായി ദർശനം നടത്താനും വേണ്ട വിപുലമായ സൗകര്യങ്ങൾ ഒരുക്കിയതായി TTK ദേവസ്വം പ്രസിഡന്റ് TP വിനോദ് കുമാർ അറിയിച്ചു. പുരുഷന്മാർക്ക് ക്ഷേത്രത്തിനുള്ളിൽ എപ്പോഴും പ്രവേശനമുണ്ടെങ്കിലും സ്ത്രീകൾക്ക് രാത്രികാലങ്ങളിൽ മാത്രം പ്രവേശനമുള്ള അപൂർവ ക്ഷേത്രമാണ് തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രം. തിരുവത്താഴ പൂജയ്ക്ക് ശേഷം മാത്രമാണ് ഇവിടെ സ്ത്രീകൾക്ക് പ്രവേശനം. സാധാരണ ദിവസങ്ങളിൽ രാത്രി 8:30 വരെയാണ് ഭക്തർക്ക് പ്രവേശനമുള്ളത്. എന്നാൽ വൈശാഖ മഹോത്സവത്തിന്റെ ഭാഗമായി ഈ സമയത്തിനുള്ളിൽ ക്ഷേത്രത്തിനകത്തെത്തിയ എല്ലാ ഭക്തർക്കും ദർശനം നടത്താനുള്ള ഏർപ്പാടൊരുക്കിയതായും ദേവസ്വം പ്രസിഡന്റ് അറിയിച്ചു. വമ്പുകൾ തീർത്തിടണം തമ്പുരാനേ ശിവ പെരുമാളേ. കൂടാതെ ക്ഷേത്രത്തിലെത്തുന്ന ഭക്തർക്ക് വിപുലമായ പാർക്കിംഗ് സൗകര്യം, 10-ലധികം അധിക സെക്യൂരിറ്റി ജീവനക്കാർ, ദേവസ്വം ജീവനക്കാർ, മാതൃസമിതി വളണ്ടിയറുടെ നേതൃത്വത്തിൽ കുടിവെള്ളം തുടങ്ങിയ സൗകര്യങ്ങൾ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ക്ഷേത്രത്തിന് പുറത്ത് തെരുവു വിളക്കിന്റെ കുറവ് ഭക്തർക്ക് ചെറിയ വിഷമങ്ങൾ സൃഷ്ടിക്കുന്നുണ്ടെങ്കിലും മുനിസിപ്പാലിറ്റിയുടെ നേതൃത്വത്തിൽ പ്രശ്നം ഉടൻ പരിഹരിക്കപ്പെടുമെന്ന് കരുതുന്നതായി TTK ദേവസ്വം പ്രസിഡന്റ് പറയുന്നു. കൊട്ടിയൂർ ദർശനത്തിന് ശേഷം ഭക്തരെത്തുന്ന മറ്റൊരു ക്ഷേത്രമാണ് മൃദംഗരൂപിണിയായി ആദിപരാശക്തി കുടികൊള്ളുന്ന മൃദംഗ ശൈലേശ്വരി ക്ഷേത്രം. സുബ്രഹ്മണ്യസ്വാമി പ്രധാന പ്രതിഷ്ഠയായ പേരലശ്ശേരി ക്ഷേത്രം ശൈവ വൈഷ്ണവ സങ്കല്പമായി പരബ്രഹ്മസ്വരൂപനായും മുത്തപ്പനെ സങ്കല്പിച്ച് ആരാധിക്കുന്ന പറശ്ശിനിക്കടവ് മുത്തപ്പൻ മടപ്പുര, മുത്തപ്പന്റെ ആരൂഢസ്ഥാനമായ പുരളിമല തുടങ്ങിയ ക്ഷേത്രങ്ങളും കൊട്ടിയൂർ സന്ദർശന വേളയിൽ ഒഴിച്ചുകൂടാനാവാത്ത ക്ഷേത്രങ്ങളാണ്. തിങ്കൾ കല ചൂടും ശിവശംഭോ സർവേശ്വര.